മന്ത്രിസഭ അറിയാതെ, പാർട്ടി അറിയാതെ, ഇടതുമുന്നണി അറിയാതെ PM ശ്രീ കരാറിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് തെറ്റായിപ്പോയി, ജാഗ്രത കുറവുണ്ടായി എന്ന് ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ആണ് സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ പൂർണ്ണമായ ചർച്ച എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയില്ല. എന്തായാലും CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഈ കരാർ ഒപ്പിട്ടതിനെക്കുറിച്ച് അറിയുന്നത് വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനും ഇത് അറിയുമായിരുന്നില്ല എന്നാണ് കരുതേണ്ടത്. അതുപോലെ LDF കൺവീനർ രാമകൃഷ്ണനും ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. അപ്പോൾ ആരും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുമായും അമിത്ഷായുമായും ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി ഡൽഹിയിലെത്തി ഈ വിവാദ കരാറിൽ ഒപ്പുവെച്ചത്. CPI വലിയ വിവാദമായി ഇത് മാറ്റുകയും അവർ പ്രതിഷേധിക്കുകയും മന്ത്രിസഭാ യോഗം പോലും ബഹിഷ്കരിക്കും എന്ന ഭീഷണി മുഴക്കുകയും ചെയ്തപ്പോഴാണ് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴയിൽ വെച്ച് ബിനോയ് വിശ്വവുമായി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയതും പിറ്റേ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കില്ല എന്നുള്ള ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തിയതും. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായി മന്ത്രിസഭാ ഉപസമിതിയെ ആ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി പിന്നീട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം, BJP അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്കും കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം ചരിത്രത്തെയും ശാസ്ത്രത്തെയും വസ്തുതകളെയുമെല്ലാം വളച്ചൊടുക്കുകയും തങ്ങൾക്ക് അനുകൂലമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി രൂപപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് PM ശ്രീ. കുറേ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിൽ മാത്രം ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാനായി ഓരോ സംസ്ഥാനത്തിനും കോടിക്കണക്കിന് രൂപ നൽകുകയാണ്. ഇതിനെതിരെ ബംഗാളിൽ വലിയ പ്രതിഷേധമാണ് മമതാ ബാനർജി ഉയർത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയമാണ് ചെവി അറിയാതെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു കരാർ ഒപ്പിട്ടതും ഇപ്പോൾ അത് താൽക്കാലികമായി പിൻവലിച്ചുകൊണ്ട് താൽക്കാലികമായി തടഞ്ഞുവെച്ച് വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ തീരുമാനിച്ചിരിക്കുന്നു. 2020 കോവിഡ് കാലത്ത് മോദി സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പ്രക്ഷോഭത്തിലായിരുന്നു. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടുമില്ല. ഏതാണ്ട് 250 കോടിയോളം രൂപ പെട്ടെന്ന് ലഭിക്കാനാണ് ഈ കരാറിൽ ഒപ്പിട്ടതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മറ്റും പറയുന്നത്. പക്ഷേ കേവലം സാമ്പത്തിക സഹായം മാത്രമാണോ ഇതിന് പിന്നിൽ? ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലെത്തി നിൽക്കെ അവിടെ മോദിയും അമിത്ഷായും കേരളത്തിൽ വിദ്യാഭ്യാസ നയം പിണറായി സർക്കാർ അംഗീകരിച്ചു എന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഹാർ ആയിരുന്നോ ലക്ഷ്യം?